Hi friends, welcome to Smilaskitchen. ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ്. ചപ്പാത്തി പൊട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് കാണാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലോട്ടേക്ക് ഒരു അര കപ്പ് ചെറുപയർ 2 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടിട്ടതിന് ശേഷം പച്ചമുളക് 2 എണ്ണം, ഒരു സവാള നീളത്തിൽ അരിഞ്ഞിടുക, തക്കാളി ഒരു അര, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ, പിന്നെ 1.5 കപ്പ് വെള്ളം ചേർക്കുക. അതും ചേർത്തിട്ട് നല്ലോണം സ്പൂണിനെ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് 2-3 വിസിൽ വരുത്തിക്കുക. എന്നിട്ട് അത് അങ്ങോട്ട് ഓഫാക്കിയിടുക. അതിനുശേഷം ചതക്കാനുള്ളതാണ് ചെറുള്ളി ഒരു 8 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ. അത് ചതച്ച് ഈ ചെറുപയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, വെന്തതിന് ശേഷം അത് തുറന്നിട്ട് ആ ചതച്ചത് അതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം കത്തിക്കുക. ഗ്യാസ് കത്തിച്ച് വേണം ചെയ്യാനേ. എന്നിട്ട് അത് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നിട്ട് തേങ്ങാപ്പാലില്ലേ, 1/2 കപ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ 3 ടേബിൾ സ്പൂൺ പ്ലസ് 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം അതിലോട്ടേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് ഓഫാക്കിയിടണം കേട്ടോ. നല്ലോണം ഇളക്കി ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അഥവാ ഗ്രേവി വേണമെങ്കിൽ ചൂട് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം അതങ്ങോട്ട് ആയിട്ടുണ്ട് കറി. അതിനുശേഷം ഒരു കടായി എടുക്കുക. കടായിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് 1/2 ടീസ്പൂൺ, ചെറുള്ളി ഒരു 5 എണ്ണം സ്ലൈസ് ചെയ്ത് അതും ഇട്ടിട്ട് സോട്ട് ചെയ്യുക. പിന്നെ 2 ഉണക്കമുളക് പകുതി കഷ്ണാക്കിയിട്ട് അതും ഇട്ടിട്ട് സോട്ട് ചെയ്യുക. കരിവേപ്പില ഇടുക. എന്നുവെച്ചാൽ നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് കേട്ടോ. അതിന് ശേഷം ചെറുപയർ ആയി കഴിഞ്ഞില്ലേ, അതിൻ്റെ മുകളിലോട്ടേക്ക് ഇത് അങ്ങോട്ട് ഇട്ടിട്ട് ലൈറ്റായിട്ട് ഇളക്കിയിട്ട് അത് അടച്ചു വെക്കുക. അപ്പം അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് സെർവ് ചെയ്യുക. അടിപൊളി നല്ലൊരു ചെറുപയർ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.